ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ 3 രാഷ്ട്രങ്ങളിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നു. അർമേനിയ, കെനിയ, സൊമാലിയ എന്നിങ്ങനെ 3 പുതിയ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സ്ഥിരം സർവീസുകൾക്കാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. 2024 ഡിസംബർ 28 അർമേനിയൻ തലസ്ഥാനമായ യെരേവാനിലേക്ക് പ്രതിവാര വിമാനങ്ങളും ജനുവരി 15 മുതൽ കെനിയയിലെ നെയ്റോബിയിലേക്ക് 3 പ്രതിവാര വിമാനങ്ങളും ജനുവരി 16 മുതൽ സൊമാലിയയിലെ മൊഗാദിഷുവിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകൾ നടത്തുമെന്നും സലാം എയർ അധികൃതർ അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സൊഹർ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ആരോപി വ്യക്തമാക്കി. സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം മത്രയിൽ സംഘടിപ്പിക്കുന്ന റനീൻ സമകാലിക കലാപരിപാടിയുടെ പ്രഥമ പതിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം കലാകാരന്മാർ പങ്കെടുക്കും. നവംബർ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് വിവിധ പരിപാടികൾ അരങ്ങേറുക. 13 പ്രാദേശിക കലാകാരന്മാരും 7 അന്തർദേശീയ കലാകാരന്മാരും 8 സോളോ സംഗീതജ്ഞരും 3 വേദികളിലായി 10 ദിവസങ്ങളിലായി പരിപാടികൾ അവതരിപ്പിക്കും. കലാപരിപാടികളും പ്രദർശനങ്ങളിലും സുൽത്താനേറ്റിന് വിശിഷ്ടവും സമ്പന്നവുമായ പാരമ്പര്യമുണ്ട്. ഇത് ഉയർത്തിക്കാട്ടുന്നതായിരിക്കും റനീൻ പരിപാടിയെന്ന് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി സെയ്ദ് സൗദ് അൽ ബുസൈദി അറിയിച്ചു. വാസ്തുവിദ്യ പൈതൃകത്തിന്റെ സമകാലിക വ്യാഖ്യാനം, നഗരത്തിന്റെ സവിശേഷ സ്വഭാവവും ഒമാനിലെ അതിന്റെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുക, ദൃശ്യശ്രാവ്യങ്ങളിലൂടെ മത്ര വിലായത്തിലെ സൈറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നിവയാണ് റനീൻ ഇവന്റിന്റെ പ്രഥമ പതിപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ചില ഓൺലൈൻ സ്റ്റോറുകളും വെബ്സൈറ്റുകളും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും ദേശീയ ചിഹ്നങ്ങളും രാജകീയ മുദ്രകളും ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളിലും ഇവ ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. രാജകീയ മുദ്രകൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നേടണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാം. അനുമതിയില്ലാതെ രാജ്യത്തിന്റെ പതാകയും ഭൂപടവും ഉപയോഗിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തിന് പിന്നാലെ മന്ത്രാലയം വ്യാപക പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ നിയമം ലംഘിച്ച് വിൽപ്പനയ്ക്ക് വെച്ച ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ദേശീയ ദിനാഘോഷം അടുത്തെത്തിയതോടെ രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി ലൈസൻസ് നേടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല. സുരക്ഷാ മാനദണ്ഡങ്ങളും ഒമാനി നിലവാരവും പാലിക്കാത്ത വൈദ്യുതി ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കരുതെന്ന് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശവുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം രംഗത്ത്. ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഹാനികരമാകുമെന്നും അപകടത്തിനും തീപിടുത്തത്തിനും സ്വത്തുക്കൾ നശിക്കാനും കാരണമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. വാങ്ങുന്ന ഉപകരണങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതാണോ എന്നും ഗൾഫ് നിലവാരമുണ്ടോ എന്നും QR കോഡ് പ്രത്യേകമായി അടയാളവും പരിശോധിച്ചാൽ മതി. ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും വായിക്കണം. ഉപയോക്താക്കളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. നിശ്ചിത നിലവാരം ഉണ്ടോ എന്ന് മന്ത്രാലയത്തിലെ ഗൃഹോപകരണ ലാബിൽ പരിശോധിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷന്റെ നിലവാരം പാലിക്കുന്നുണ്ടോ എന്നും ലാബ് പരിശോധിക്കും. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനാണിത്. ദേശീയ ഉൽപ്പന്ന സുരക്ഷാ സർട്ടിഫിക്കറ്റിനുള്ള പ്രധാന കേന്ദ്രമാണ് ഗൃഹോപകരണ ലാബ്. വ്യത്യസ്ത
ശേഷിയുള്ള വാട്ടർ ഹീറ്ററുകൾ, ഡ്രൈയിങ് സ്ട്രീം, ഇസ്തിരിപ്പെട്ടി, ഹെയർ ഡ്രയർ, കാർ ബാറ്ററി തുടങ്ങിയവ പരിശോധിക്കുന്നുണ്ട്. ഭാവിയിൽ മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും പരിശോധിക്കും. ഓൺലൈനിലും മറ്റുമായി വൻതോതിൽ വ്യാജവും നിലവാരം കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. എന്നാൽ ഒറിജിനലാണ് ഉപഭോക്താക്കൾ വാങ്ങേണ്ടത്. ഒറിജിനൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രവർത്തന ഗ്യാരണ്ടിയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. വ്യാജ ഉൽപ്പന്നങ്ങൾ എളുപ്പം കേടാവുകയും തീപിടിക്കുകയും ജീവൻ വരെ അപകടത്തിലാക്കാനും സാധ്യതയുണ്ട്. 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ നെതർലാൻഡിനെതിരെ തുടർച്ചയായ 2ാം ജയവും ഒമാൻ സ്വന്തമാക്കി. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 5 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റുകൾക്കാണ് ഒമാന്റെ വിജയം. ടോസ് നേടിയ ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ് എടുത്തു. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ അധികൃതർ ഒരുങ്ങുന്നു. പ്രദേശത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. ഇവ നടപ്പിലാക്കുന്നതിന് കമ്പനികളിൽ നിന്നും അധികൃതർ ടെൻഡർ ക്ഷണിച്ചു. അൽ ഖാബിൽ വിലായത്തിലെ അൽ മുദൈരിബ് മാർക്കറ്റിന്റെ വികസനം ഉൾപ്പെടെയുള്ള വിവിധ നവീകരണങ്ങൾ നടപ്പിലാക്കും. ഈ മാസം 18 മുമ്പ് ടെൻഡർ സമർപ്പിക്കണമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിലെ സ്കൂളുകളുടെ മികവ് അളക്കാൻ പുതിയ സംവിധാനം വരുന്നു. രാജ്യത്തെ സ്കൂളുകളുടെ പ്രകടനം വിലയിരുത്തുന്നതിനുള്ള ദേശീയ ചട്ടക്കൂട് ഡിസംബർ 2 ആരംഭിക്കുമെന്ന് ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷൻ CEO ഡോക്ടർ ജോക്ക അൽ ഷുക്കൈലി അറിയിച്ചു. കുറഞ്ഞ പെർഫോമൻസ് റേറ്റിംഗുള്ള സ്കൂളുകളെ മൂല്യനിർണ്ണയ ഫലങ്ങൾ അറിയിക്കുമെന്നും അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പിന്തുണ നൽകുമെന്നും കൂട്ടിച്ചേർത്തു. സാംസ്കാരിക മന്ത്രി സെയ്ദ് യസീൻ ബിൻ ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദിന്റെ സാന്നിധ്യത്തിൽ 2024 ഡിസംബർ 2 മസ്കറ്റിലെ കെംപിൻസ്കി ഹോട്ടലിൽ വെച്ച് പുതിയ അക്കാദമിക മൂല്യനിർണ്ണയ സംവിധാനത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കും. റോയൽ ഡിഗ്രി നമ്പർ 9/2021 പ്രകാരം രൂപീകൃതമായ ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷന്റെ നിയമപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മൂല്യനിർണ്ണയ സംവിധാനം ആരംഭിക്കുന്നത്. ഒമാനിലെ സ്കൂളിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും അത് അന്താരാഷ്ട്ര നിലവാരം സ്ഥിരമായി പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവരുടെ സ്വന്തം ആന്തരിക ഗുണനിലവാര സംരക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പുതിയ നടപടി. കമ്പോളത്തിനാവശ്യമായ കഴിവുകൾ വികസിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കെൽപ്പുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പരിശോധിക്കുകയും അനുബന്ധ പ്രാദേശിക അന്തർദേശീയ പ്രവർത്തനങ്ങളുടെ ആഴത്തിലുള്ള പഠനം നടത്തുകയും ചെയ്ത ശേഷമാണ് പുതിയ സംവിധാനം വികസിപ്പിച്ചതെന്നും ജോക്ക വിശദീകരിച്ചു. പുതിയ സംവിധാനം ഒമാനിലെ സ്കൂളുകളുടെ പ്രകടനത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്നും അവരുടെ പ്രകടനം തുടർച്ചയായി വർദ്ധിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുമെന്നും സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി അഷ്വറൻസ് സെന്റർ ജനറൽ തുറയ ബിൻ സെയ്ഫ് അൽ ഹുസ്നിയ വിശദീകരിച്ചു. ഇതിനാവശ്യമായ സാങ്കേതികവും പ്രവർത്തനപരവുമായ പിന്തുണ സർക്കാർ നൽകും. മൂല്യനിർണ്ണയ പ്രക്രിയയിൽ വിദഗ്ധ നിരൂപകരുടെ ഓൺസൈറ്റ് സന്ദർശനങ്ങളും ഉൾപ്പെടും. ഇതിനുശേഷം ഓരോ സ്കൂളിന്റെയും പ്രകടനത്തെക്കുറിച്ചുള്ള തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന വിശദമായ റിപ്പോർട്ടുകളും തയ്യാറാക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.